ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ചെല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എപ്പോഴും ഫുൾ ടൈം കറക്കം തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മച്ചിയും കുഞ്ഞിക്കിളിയും തരണേനും ആശമ്മയൊക്കെ കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നു. നമ്മുടെ മറൈൻ ഡ്രൈവിലെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ റോബോട്ടും പിന്നെ കുറേ ഡിനോസേഴ്സും കിളികളും പിന്നെ ഒരു ആനിമേഷൻ 3D HD ആനിമേഷൻ്റെ ഒരു ഷോയ്ക്കുള്ളൊരു പരിപാടി. ഇത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1.5 മാസം ഇപ്പോൾ കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത്. അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു രക്ഷയില്ല, വലിക്കാട്ടൊരു പരുന്തമ്മേ കുഞ്ഞു പരുന്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടത്തിൽ നല്ല ഒറിജിനലിന് വല്ലെന്ന് പറഞ്ഞാൽ ഒറിജിനലിന് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും നമ്മൾ ഈ ഡൈനോസേഴ്സിൻ്റെ ടി വിയിലൊക്കെ കണ്ടേക്കുന്നതുകൊണ്ട് തന്നെ അത്രയും അതിൽ കാണുന്ന പോലെ അത്രയും ഒറിജിനാലിറ്റി ഫീൽ ആകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തുള്ള ഡൈനോസേഴ്സും കുഞ്ഞു ഡൈനോസറും മുട്ടയിൽ നിന്ന് വിരിയാൻ നിൽക്കുന്ന ഡൈനോസറും വിരിയാത്ത ഡൈനോസറും തള്ള ഡൈനോസറും അപ്പം ഡൈനോസറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുഞ്ഞിക്കിൾ ഇതെന്താടാ സംഭവം എന്നുള്ളതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ചെക്കനെ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വലിയക്കാട്ട് തള്ള ഡൈനോസറെ ഞാൻ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ തലയും താഴേക്ക് ക്കുമ്പോഴേക്കും എത്തിപ്പിടിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് എത്തേണ്ടായിരുന്നില്ല, കാരണം ഹൈറ്റ് അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നടന്ന് ഇങ്ങനെ ഡൈനോസേഴ്സിനെയൊക്കെ കണ്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കുറച്ചധികം നേരം തന്നെ നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. തീരാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നാളത്തെ ദിവസം തീരും. അപ്പോൾ ഇപ്പുറത്ത് തീർന്നില്ല. പക്ഷി നെൽക്കോഴി എന്താ പറയുക, അതുണ്ടായിരുന്നു, വവ്വാലുണ്ടായിരുന്നു, അങ്ങനെ ഒട്ടുമിക്ക കിളികളും ജീവികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട്. അടുത്ത സ്ഥലത്താണ് അതേ നമ്മളെത്തി. ഒരു കൂട്ടം കുഞ്ഞിക്കുട്ടികൾ ഇതേ കൂടി നിൽക്കുന്നത് നോക്കിയപ്പോൾ എന്താ മറ്റേ കുഞ്ഞ് റോബോട്ടും വലിയ റോബോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. വലിയ റോബോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, കുഞ്ഞു റോബോട്ട് മറ്റേ വണ്ടിൻ്റെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പുറകെയില്ലേ ഈ കുഞ്ഞു റോബോട്ടിൻ്റെ പുറകെ കുഞ്ഞു പിള്ളേരെല്ലാവരും മറ്റേ പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയൊക്കെ ഓടിച്ച് ഇങ്ങനെ തടകിക്ക് നടക്കില്ല, അതുപോലെ നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഷോയ്ക്ക് കാണുന്നത്. അതായത് ഇങ്ങനെ റോബോട്ട് എല്ലാ ഷോക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതേ കുഞ്ഞു റോബോട്ടിൻ്റെ അവസ്ഥ നോക്കിയ ഒരു റോബോട്ടിനും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ്. കാരണം അതുപോലെയാണ് കുട്ടികൾ അതിനായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വലിയ റോബോട്ടിനെ നോക്കിക്ക് നല്ല സംഭവം, നല്ല രസം. എല്ലാവർക്കും ഷെയ്ക്കാൻ കൊടുക്കലും ചാറ്റ് കൊടുക്കലും കാര്യങ്ങളായിരുന്നു കേട്ടോ. ആദ്യം എന്നെ വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ മുട്ടത്തലയിലൊക്കെ ഒന്ന് തടകി നോക്കി ഞാൻ പയ്യെ പറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. കയ്യിലൊന്നും തരില്ല, ഭയങ്കര ചാടക്കാരനായിരുന്നു കേട്ടോ. പിന്നെ ആൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഉഷാറായെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെയൊക്കെ കുറച്ചേരം മൈൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി, ഷെയ്ക്കാനൊക്കെ തന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി ഫോട്ടോ എടുക്കാനും വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനടുത്ത് അമ്മച്ചിക്ക് ഷെയ്ക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദൈവമേ ഞാനൊന്ന് ഷെയ്ക്കാനും കൊടുക്കാൻ വന്നപ്പോൾ എന്നെ അയ്യോ എന്നെ ഒന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് ഞാൻ ശരിക്കും പേടിച്ചു വിടുന്നു. നോക്കിയപ്പോൾ എന്താണ് സംഭവം, ആളെന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നാൽ. പിന്നെ ഞാൻ ക്യാമറ ആശമക്ക് കൊടുത്ത് നന്നായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു കേട്ടോ. കെട്ടിപ്പിടിച്ച് ഞാൻ എന്തൊക്കെയോ വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ കയ്യിലൊക്കെ പിടിച്ചു. എന്ത് സംഭവത്തിന് ജീവനില്ലെങ്കിൽ പോലും ഇല്ലേ, എനിക്കെന്തോ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയ പോലെ. ഇതേ ഫ്ലൈങ് കീസൊക്കെ തന്നെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ശരിക്കും ഇതിന് ജീവനില്ല, അല്ലെങ്കിൽ ഇതൊരു യന്ത്രമനുഷ്യനാണെങ്കിൽ പോലും ഇല്ലേ, പെട്ടെന്നൊക്കെ ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയുടെ സത്യം പറഞ്ഞാൽ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂട് ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ കുറച്ചധികം സമയം ഈ റോബോട്ടിൻ്റെ കൂടെയായിരുന്നു കേട്ടോ. ഈ റോബോട്ട് കുഞ്ഞിക്കിളിയുടെ അടുത്ത് വന്നപ്പോഴേക്കിങ്ങനെ കുഞ്ഞായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. പക്ഷെ ആള് പേടിച്ചു പോയിട്ടാ. കുറേ പ്രാവശ്യം നമ്മളുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മേത്തേക്ക് ഇടിപ്പിടിക്കുക എന്നുള്ള രീതിയിൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ കുറച്ചധികം നേരം ഇരുന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഈ ഗ്ലോബ് പോലെ വെച്ചിട്ടുണ്ടാ. അപ്പോൾ അവിടെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനകത്ത് എന്താന്ന്. ചില മ്യൂസിക് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കിളി ഇത് അപ്പയുടെ തലയിൽ കയറി ഇരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. ഇടയ്ക്ക് ഐസ്ക്രീമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളത്ര മൈൻഡ് ചെയ്യാണ്ടിരുന്നതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ തന്നെ മറന്നുപോയി. അപ്പോൾ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടാണ് ഇതിനകത്ത് കയറേണ്ടത്. കയറിയപ്പോൾ തന്നെ നല്ലൊരു വണ്ടർലാൻഡ് എന്താ പറയുന്നത്, നല്ലൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മനസ്സിലായി, ഏകദേശം ഒരു ഐഡിയ കിട്ടി ആനിമേഷനാണ് സംഭവം ഒന്നും. അങ്ങനെ നമ്മൾ ഓരോ സൈഡായിട്ട് അവർ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്താണ്ടാ ചെയ്തത്. കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അവർ നിർത്തിയ സ്ഥലത്ത് നമ്മളിങ്ങനെ മാറുന്നു. കുഞ്ഞിക്കിളി ആശമ പറഞ്ഞാലും എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ്സ് എല്ലാം ഓഫായി നമ്മളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മീ കുഞ്ഞിക്കിളിയുടെ നോട്ടം നോക്കിക്കേ. സംഭവം മേളിലേക്ക് ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ആൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇങ്ങനെ കുറേ ഹാർട്ട്സൊക്കെ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ പോയി. സംഭവം ഇതൊന്നും അല്ല കാണേണ്ടത്, ഇനി ബാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നവർ ശരിക്കും
ഹാപ്പി ആയിട്ട് ശരിക്കും ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സായ പോലെയാണ്. കണ്ടിരിക്കേണ്ട വണ്ടർഫുൾ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച്, അതാണ് തന്നെ പറയാം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണത്. കാരണം അത്രയും രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാർട്ടൂൺസൊക്കെ ഇല്ലയോ, അങ്ങനത്തെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഭൂതമില്ലേ, ഭൂതമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഭൂമുന്ന്, അതിൻ്റെ വീഡിയോസ് എനിക്കൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. വന്നപ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു അയ്യോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഒച്ചയെടുക്കലായിരുന്നു കേട്ടോ. ഒച്ചയെടുത്തോണ്ടിരുന്നേച്ചത് 3D HD ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരേ സ്ഥലത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പോകണ ഒരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഇല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്ര ഒന്ന്. നോക്കിക്കേ, നമ്മളെയും കൊണ്ടൊക്കെ വെള്ളത്തിൽ പോണ പോലെയൊക്കെ ആയിരുന്നു, നമ്മൾ വെള്ളത്തിൽ വീണ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഡോൾഫിനൊക്കെ നമ്മളെ വന്ന് ഇങ്ങനെ കട്ടിക്കാൻ പോണ പോലെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. സംഭവം എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. ഇങ്ങനെ പല പല കാർട്ടൂൺസായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അലാവുദ്ദീനും അത്ഭുതവിളക്കും, പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റോറി, അങ്ങനെ 3 സ്റ്റോറീസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എല്ലാം ഒരു ഗെയിം പോലെയായിരുന്നു. വിൻ ആയി കഴിയുമ്പോഴേക്കും പിന്നെ അടുത്തത് തുടങ്ങും. അങ്ങനെയായിരുന്നു കേട്ടോ. ഓരോ ഇത് വരുമ്പോഴും ആളുകൾ കൂവണുണ്ട്. വേറൊന്നുമല്ല, നമ്മളും അതിൻ്റെ കൂടെ ഇങ്ങനെ പോണ പോലെ. അപ്പൊ ഇങ്ങനെ പേടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മളെന്തോ ഒരു ഗെയിം കളിച്ച് ജയിക്കൂല, ആ ഒരു ഫീൽ, ആ ഒരു മൂഡായിരുന്നു എല്ലാവരും തന്നെ. ആ ഷോ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു കേട്ടോ. എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞു, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു അഭിപ്രായമായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവണത്. അങ്ങനെ കുഞ്ഞിക്കിൽ ആദ്യം ഒന്ന് ബഹളം ഉണ്ടാക്കിയെങ്കിൽ പോലും പിന്നീട് ആളിങ്ങനെ കണ്ടു. കാരണം ആളിങ്ങനെ പോണ പോലെയല്ലേ ഇങ്ങനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്തതിന് മുതലായി. അതുമാത്രമല്ല, അതിൽ കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞിക്കിളിനെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റിയതിലും നമുക്കും കൂടി കണ്ടതിലും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അതിനുശേഷം നമുക്ക് ഒട്ടുമിക്ക എല്ലാ മേളകളിലും ഉള്ള പോലെ തന്നെ പുറത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ള രീതിയിൽ എല്ലാ ഐറ്റംസും ഉള്ള കുറേ ഷോപ്പ് ഉണ്ടായിരുന്നുണ്ട്. അതിൽ മെയിനാണല്ലോ നമ്മളുടെ ഈ മസാജറൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓടി നടന്ന് ട്രൈ ചെയ്യലായിരുന്നു. നമ്മൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ പള്ളിപ്പെരുന്നാളിനും പൂരത്തിനൊക്കെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കടകളായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. നമ്മളൊരു കട പോലും മിസ് ചെയ്യാണ്ട് എല്ലായിടത്തും കയറി സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മച്ചിക്ക് ഈ ഒരു ഫോൺ കവർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് വാങ്ങിച്ചു കേട്ടോ. നോർമലി എല്ലായിടത്തും അങ്ങനെ കിട്ടാനുണ്ടായിരുന്നില്ല, എന്തായാലും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിട്ട്. നമ്മൾ അതിനുശേഷം ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് അമ്മച്ചി ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തി. അപ്പോൾ ഈ സിഗരറ്റ് മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ ഈ സിഗരറ്റ് മിഠായി പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞത് അതൊക്കെ ഞങ്ങളുടെ പഴയകാലത്ത് ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞിട്ടോ. പിന്നെ നമ്മൾ ഒഴിവാക്കാത്ത ഒരു സംഭവം ഹലുവ. എന്തായാലും അത് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് നോക്കാൻ മാത്രമല്ല കേട്ടോ, വാങ്ങിക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അത് വാങ്ങിച്ച് നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതൊരു ബട്ടർ ഹൽവ ആയിരുന്നു കേട്ടോ. കൊള്ളാം, സംഭവം ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഹലുവേനേക്കാളും കൂടുതൽ ഇഷ്ടം ലഡുവും മഞ്ഞ കളറുള്ള ജിലേബിയില്ലേ, അതൊക്കെയായിരുന്നു എനിക്കിഷ്ടം. എന്തായാലും അതൊക്കെ വാങ്ങിച്ചു. ഹലുവ വാങ്ങിച്ചത് അമ്മച്ചിക്ക് കൂടുതൽ ഇഷ്ടം. ഹലുവ വാങ്ങിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പുകളും നോക്കി നടക്കുമായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? അതിലിട്ടൂടെ അതിൽ
ഏതെങ്കിലും ടൈപ്പ് അച്ചാർ വേണമെങ്കിൽ വിളിക്കാം. ടൈപ്പ് വേണമെങ്കിൽ ഓൾ ഇന്ത്യ കൂടി പുതുക്കാടാണ് എൻ്റെ വീട്. അപ്പം നമ്മളിത് ഈ അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ. പിന്നെ ഈ വേണമെങ്കിൽ അവിടെ കോൺടാക്ട് നമ്പർ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു, അല്ല വാങ്ങിക്കാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ടേസ്റ്റിൽ തന്നെ സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്തുകൊണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേണമെങ്കിൽ അവിടെ കോൺടാക്ട് നമ്പറും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചേച്ചി അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അത് പറയണ കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിപ്പോവും, അങ്ങനെയായിരുന്നു ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ മാത്രം വാങ്ങിച്ചു. നമ്മളിനി അടുത്ത ഷോപ്പിലേക്ക് പോവായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് കറിഞ്ഞാണ് കുഞ്ഞിക്കിളി എവിടെയോ പോയിട്ടുണ്ട്. അവരെവിടെയോ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവരെ കാണണ്ടായില്ല കേട്ടോ. അപ്പുറത്ത് ഫുഡ് കോർട്ടിൽ വന്നിട്ട് നമ്മൾ വിളിച്ചു നോക്കി, പക്ഷെ കണ്ടത് നോക്കിയപ്പോൾ അതേ മറൈൻ ഡ്രൈവിൽ നിൽക്കേണ്ട രണ്ടാളും കൂടി കളക്ഷൻ അടിച്ച് നിൽക്കണേണ്. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിക്കിളി ഇതേ ഓടി വരണ്ട്. ഷൂസൊക്കെ ഇട്ട് കൊടുത്തേക്കൊരു ഷൂസ് എവിടെ തന്നെയാണെന്ന് അറിയില്ല, ചെരുപ്പില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികളല്ലേ, അവരുടെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാനും ഫ്രീ ആക്കി കൊടുത്തിട്ടാ. എന്തായാലും അപ്പയും മോനും ഇങ്ങനെ കളക്ഷൻ അടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് ബിസി ആയിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് ഒരു ബൂസ്റ്റ് കുലുക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതൽ തണ്ണിമത്തനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്കിളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബൂസ്റ്റ് കുലുക്കി ചേട്ടൻ്റെ ഐസ്ക്രീമൊക്കെ ഇട്ടു. പിന്നെ മറ്റേ എന്താ പറയുക ക്യാരമലോ എന്ന് മറന്നു കേട്ടോ ഞാൻ, സോറി. അപ്പോൾ എന്തായാലും ഓക്കെ, അതിനകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കുലുക്കിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കസ്കസും ഐസ്ക്രീമും ബൂസ്റ്റും പിന്നെ വെള്ളവും പിന്നെ വേറെ എന്തോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. അതൊക്കെ ഇട്ട് നല്ല അടിപൊളി ബൂസ്റ്റ് കുലുക്കി. അപ്പം നമ്മളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഓണം ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കണ്ടിട്ടോ. നമ്മൾ എന്നാൽ പിന്നെ അവിടെയും കൂടി പോയേക്കാന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ, അപ്പം എന്തെങ്കിലും പ്രത്യേക സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പോയി വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്തു. പക്ഷേ സംഭവം സ്റ്റോളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പോയ ആ ഒരു ഷോ ഇല്ലേ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം എന്തായാലും ഷോപ്പൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ചെരുപ്പിൻ്റെ ഒരു ഫാൻ, ചെരുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കയറി നോക്കിയിട്ട്, പക്ഷെ പറയാതിരിക്കാൻ വേണ്ട ഭയങ്കര റേറ്റാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ. ഷോപ്പ് തുറന്നിട്ടും പോലും ഇല്ല, എങ്കിൽ പോലും അവർ ഭയങ്കര റേറ്റ് പറഞ്ഞു, ഒട്ടും അഫോർഡബിൾ അല്ലാത്തൊരു റേറ്റ് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഓക്കെ ചേട്ടാ ശരി എന്നാൽ പിന്നെ വരാട്ടോ, നാളെ വരാട്ടോ, നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ വെറുതെ ഒന്ന് കയറിയതാന്ന് പറയണ എപ്പോഴും പറയണ ഒരു റീസൺ തന്നെ ആളോട് പറഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആൾ നമ്മളെ വിടാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് ഓരോരോ വെറൈറ്റി ഡിസൈൻസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് നല്ല ഭംഗിയുണ്ടാവും, അത് നല്ല കാലിന് ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ആശമക്ക് വേണമെങ്കിൽ നീ എടുത്തോ ആശമേ, ഞാൻ തല എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒഴിവാക്കി ഒരു വിധം കേട്ടോ. സംഭവം എന്തായാലും നല്ല സെലക്ഷൻ ഉണ്ട്, നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിലൊന്നും ഈ സാധനം നിൽക്കില്ല. അവർ പറയണത് ഹാൻഡ് മെയ്ഡാണ്. ശരിയാണ്, അവരുടെ ബുദ്ധിമുട്ട്. അവർ ഒരു ജോലി ചെയ്യണേ എങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു സംഭവം റെഡിയാക്കുന്നത് ചെയ്യണവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് അതിനൊരു വിലയില്ലാത്ത പോലെ ഇല്ലല്ലോ. എന്തായാലും തൽക്കാലം നമുക്കിതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കണ്ടു ബോധിച്ചു തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോഴേക്കും രണ്ടാളും കൂടി നല്ല കളിയിലായിരുന്നു. പെനിയനൊക്കെ നോക്കിക്കേ. ഇനി നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാത്രമല്ല ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കിളി എന്തായാലും നല്ല ഉറക്കത്തിലേക്കായി. അവനെ ഡ്രസ്സ് ഉടുപ്പിച്ച് ഒരുക്കി സുന്ദരപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ അടുത്തൊരു ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.